ഉന്നത പഠനത്തിനു വേണ്ടി വിദ്യാർത്ഥികൾ പലപ്പോഴും വിദ്യാഭ്യാസ വായ്പകൾ എടുക്കാറുണ്ട്. പ്രധാനമായി രണ്ടു തരം വിദ്യാഭ്യാസ വായ്പകളാണ് കേന്ദ്ര സർക്കാരിന്റെയും റിസർവ് ബാങ്കിന്റെയും ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷന്റെയും നിർദ്ദേശങ്ങൾ അനുസരിച്ച് നൽകുന്നത്. ഇതിൽ റിസർവ് ബാങ്കിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും നിർദ്ദേശപ്രകാരം ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ തയ്യാറാക്കി ബാങ്കുകൾ വഴി നൽകുന്ന വിദ്യാഭ്യാസ വായ്പയാണ് മോഡൽ എഡ്യൂക്കേഷൻ ലോൺ. ഇതനുസരിച്ച് 4 ലക്ഷം വരെയുള്ള വായ്പയ്ക്ക് ഈടൊന്നും നൽകേണ്ടതില്ല. 4 മുതൽ 7 ലക്ഷം വരെയുള്ള വായ്പയാണെങ്കിൽ മാതാപിതാക്കൾ കൂടാതെ ബാങ്കിന് സമ്മതമായ മറ്റൊരു ജാമ്യക്കാരനെ കൂടി നിർത്തേണ്ടതുണ്ട്. കൂടാതെ 7 ലക്ഷത്തിന് മുകളിലാണ് വായ്പ എടുക്കുന്നതെങ്കിൽ ഈടുകൾ ആവശ്യപ്പെട്ടേക്കാം. ഈടൊന്നും നൽകാത്ത വായ്പയാണെങ്കിൽ വായ്പാ തുകയിൽ കുറയാതെ രീതിയിൽ വിദ്യാർത്ഥിയുടെ പേരിൽ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കണമെന്ന് ബാങ്കുകൾ ആവശ്യപ്പെടാറുണ്ട്. വായ്പാ കാലാവധി മുഴുവനും നിലനിൽക്കുന്ന രീതിയിലുള്ള ഇൻഷുറൻസ് ആണ് ബാങ്കുകൾ നിർദ്ദേശിക്കാറുള്ളത്. പഠന സമയത്തോ അല്ലെങ്കിൽ വായ്പ നിലനിൽക്കുന്ന സമയത്തോ വിദ്യാർത്ഥിക്ക് ഏതെങ്കിലും അപകടം സംഭവിച്ചാൽ വായ്പ അടച്ചു തീർക്കാനുള്ള ബാധ്യത കുടുംബത്തിന് വരാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഇൻഷുറൻസ് എടുക്കണമെന്ന് ബാങ്കുകൾ പറയുന്നത്. ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കാനുള്ള തുകയും ബാങ്കുകൾ വായ്പയായി നൽകാറുമുണ്ട്. വളരെ കുറഞ്ഞ പ്രീമിയത്തിലാണ് ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതികൾ ലഭിക്കുക. എന്നാൽ ഈ ഇൻഷുറൻസ് വിദ്യാർത്ഥിക്കും മാതാപിതാക്കൾക്കും സമ്മതമാണെങ്കിൽ മാത്രമേ എടുക്കേണ്ടതുള്ളൂ. ഇൻഷുറൻസ് എടുക്കണമെന്ന് ബാങ്കുകൾക്ക് നിർബന്ധിക്കാൻ സാധിക്കുന്നതുമല്ല. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് ബാങ്കുകൾ വഴി നടപ്പിലാക്കിയിട്ടുള്ള അടുത്ത വായ്പാ പദ്ധതിയാണ് വിദ്യാലക്ഷ്മി വായ്പ. ഈ പദ്ധതി അനുസരിച്ച് ഇൻഷുറൻസ് എടുക്കണമോ വേണ്ടയോ എന്നത് വിദ്യാർത്ഥിയുടെയോ മാതാപിതാക്കളുടെയോ തീരുമാനമല്ല. വായ്പ നൽകുന്ന ബാങ്കാണ് ഇൻഷുറൻസ് എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. എന്നാൽ ഇൻഷുറൻസ് പ്രീമിയം ബാങ്കുകൾ വായ്പയായി നൽകുന്നതുമാണ്. വിദ്യാർത്ഥികൾ വായ്പ എടുക്കാൻ പോകുമ്പോൾ ഇൻഷുറൻസ് എടുക്കണമെന്ന് പലപ്പോഴും നിർബന്ധമായും പറയാറുണ്ട്. ഇത്തരത്തിൽ ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതാണെങ്കിലും ചില സമയങ്ങളിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട്. ഇത്തരത്തിൽ വായ്പകൾ എടുക്കുമ്പോൾ കൃത്യമായി തന്നെ എല്ലാ വിവരങ്ങളും മനസ്സിലാക്കിയതിനു ശേഷമേ വായ്പ എടുക്കാൻ പാടുകയുള്ളൂ. ബാങ്കുകൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ വായ്പയുമായി ബന്ധപ്പെട്ട കൃത്യമായ വിശദാംശങ്ങൾ ലഭിക്കുന്നതുമാണ്.